ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മൂങ്ങ ആകെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് വരിക. എന്തായിരിക്കും ഇനി വിക്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതൊന്നും എനിക്കറിയില്ല, നീ വന്ന് അവിടെ വന്ന് നോക്ക് കിളവി, ചിലപ്പോൾ എന്തിനായിരിക്കും അവർ വരുന്നതെന്ന് അവിടെ വരുമ്പോൾ നിനക്ക് മനസ്സിലാകുമല്ലോ. അത് കേട്ടത് മൂങ്ങ ആകെ പേടിച്ച് അങ്ങ് ചെല്ലുക. ഈ സമയം CI പ്രകാശനെ വിരട്ടിക്കൊണ്ടിരിക്കുക. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളുടെ മെക്കിട്ട് കയറരുതെന്ന്. അന്ന് നിന്റെ മോള് കല്യാണി സ്റ്റേഷനിൽ വന്നപ്പോഴേ നിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞതാ. പിന്നെ ഞാൻ അതിനു വേണ്ടി നിന്നോട് പ്രതികരിക്കാതിരുന്നത് എന്താണെന്നറിയാമോ? അന്ന് നിന്റെ പേരിൽ കേസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഉണ്ടായി. അതുകൊണ്ട് ഇനി നിന്നെ എനിക്ക് നന്നായിട്ട് എടുത്തിട്ട് പെരുമാറാം. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പിലും ജയിലിലും ഒക്കെ ആയിട്ട് നീ കുറേ അനുഭവിക്കും മോനെ എന്നൊക്കെ CI പറയുക. അത് കേട്ടതും, സാറേ ഞാൻ വേണ്ട, നീ ഒരക്ഷരം മിണ്ടരുത്. പെൺകുട്ടികളെ നീ വളരെ ചീപ്പായിട്ടാണ് കാണുന്നത്. പെൺകുട്ടികൾക്ക് ഒരു വിലയും കാണിക്കാത്ത നിന്നെയൊക്കെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്, തൂക്കിക്കൊല്ലുക. എവിടെ ഇവൻ്റെ അമ്മ? അവർ വന്നില്ലേ? വരുന്നുണ്ട് സാറേ എന്നും CIയോട് ദേവകിയമ്മ പറയുക. അത് കേട്ടതും മൂങ്ങ അങ്ങ് വന്നു. മൂങ്ങയെ കണ്ടതും, സാറേ എന്താ സാറേ, എൻ്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളുടെ മോനല്ല, നിങ്ങളും ചേർന്ന് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണത്തിനും ഇനി ജയിലിൽ കിടക്കാം. അയ്യോ സാറേ, ജയിലിൽ കിടക്കാനും ഭാഗത്തിനൊന്നും ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ സാറേ. കൂടുതലൊന്നും പറയണ്ട, ഒന്നും ചെയ്തില്ല അല്ലേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എൻ്റെ സാറേ, മരുമോളെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓ, അപ്പം മരുമോളെ എന്തോ ചെയ്തെന്ന് അറിയാം, എന്നിട്ടാണ് ഈ കിടന്ന് നമ്പർ ഇറക്കുന്നത്. എന്നെ തല്ലിയപ്പോൾ ഈ സങ്കടമൊന്നും കണ്ടില്ലല്ലോ നിങ്ങളുടെ മുഖത്ത്. മോളെ, വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നത്തിന് എന്തിനാ വെറുതെ പോലീസുകാരൊക്കെ? സാറേ, മരുമക്കളെയും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ തല്ലിയും ഇത് പഠിപ്പിച്ചൊക്കെ വളർത്തണമെന്നില്ലേ? അതൊക്കെ അങ്ങ് പണ്ട്. പിന്നെ പണ്ടും അതുപോലെ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്നാധാരം കണക്കിലെടുത്തിട്ടില്ല. പെൺകുട്ടികൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ച, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയെ തല്ലി, നിങ്ങളുടെ മോൻ ആ കുട്ടിയെ പിടിച്ച് തള്ളി. ശരണ്യ, ഇനിയും പരാതി തന്ന നിങ്ങൾ രണ്ടെണ്ണത്തിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ തന്നെ ഞാൻ വന്നത്. എന്തായാലും നിങ്ങളുടെ മകൻ എവിടെ? എവിടെ അവൻ? ആ രാജാവെന്ന് വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ആ പെരുങ്കള്ളൻ. അത് കേട്ടതും, അവനെവിടെ ഇല്ല സാറേ. അവനിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, ഉണ്ടായിരുന്നെങ്കിലേ അവനിട്ട് 2 പൊട്ടിക്കായിരുന്നു. അയ്യോ സാറേ, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്. മോൻ, നിങ്ങളുടെ ഒരു മോൻ മര്യാദക്കൊന്നും ജീപ്പിനകത്തോട്ട് കയറും എന്ന് പറയുക. അപ്പോൾ മോളെ, പൊന്നു മോളെ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല മോളെ, എന്നെ ജയിലിലേക്ക് കൊണ്ടുപോലെന്ന് പറ മോളെ. വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ നിങ്ങൾ നിന്നത്? അപ്പോൾ ദേവകിയമ്മ, നീ എൻ്റെ മോളുടെ കരണത്തടിക്കുമല്ലേടി? ഞാനൊന്നും മിണ്ടാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ നിയമം ഉള്ളത് കൊണ്ടാണ്. എൻ്റെ മോളെ ഞാൻ പോലും ഇതുവരെ തല്ലിയിട്ടില്ല, എന്നിട്ടാ അവൾ പിടിച്ച് തല്ലിയത്. ക്ഷമിക്കില്ലടി, ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവകിയമ്മയും വഴക്ക് പറയുക. സാറേ, എന്നെ കാണുമ്പോൾ സാറിൻ്റെ അമ്മയുടെ പ്രായമില്ലേ? അങ്ങനെയുള്ള എന്നെ സാറ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ? അമ്മയായാലും അമ്മുമ്മയായാലും സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥ വന്നാൽ പോയേ പറ്റൂ. ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കിടന്നേ പറ്റൂ. ഇപ്പോൾ ജയിലിലെ എൻ്റെ അമ്മുമ്മയുടെ പ്രായമുള്ളവർ വരെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് നിയമത്തിന് നിരക്കാതൊന്നും ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും വേണം. അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വണ്ടിയിലോട്ട് കയറ്. ഇനിയിപ്പോൾ എൻ്റെ അമ്മയാണ് തെറ്റ് ചെയ്തെങ്കിലും എനിക്കിതൊക്കെ തന്നെ ചെയ്യാൻ പറ്റൂ. മര്യാദയ്ക്ക് വണ്ടിയിലേക്ക് കയറുന്നില്ല, തൂക്കിയെടുത്ത് അകത്ത് കിടന്നോ? വേണ്ട സാറേ, ഞങ്ങൾ വന്നോളാം. എടാ മക്കളെ പ്രകാശ, നമ്മളിനി ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാ മൂങ്ങ. കരഞ്ഞുകൊണ്ട് 2 പേരും കൂടെ പോയി ജീപ്പിൽ കയറുക. അങ്ങനെ ജീപ്പിൽ കയറാൻ പോകുന്നതിന് മുമ്പ് പ്രകാശൻ ശരണ്യ ഒന്നുകൂടെ നോക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന മട്ടായിരുന്നു ആ നോട്ടം. ശരണ്യ ഒന്നും മിണ്ടാതെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക. കയറടാ അങ്ങോട്ട് എന്നും പറഞ്ഞ് പ്രകാശനെ തള്ളി അതിനകത്ത് കയറ്റിയിട്ട് ജീപ്പും കൊണ്ട് അവരങ്ങ് പോയി. ഇതേ സമയം മറ്റൊരിടത്ത് കല്യാണിയെയും രഞ്ജനയുമാണ് കാണിക്കുന്നത്. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. കിരണാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഈശ്വര, കല്യാണി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കാല് തട്ടി ഒന്ന് വീഴാൻ പോയതാ. എന്തായിരിക്കും? ഒരാപത്ത് സംഭവിക്കരുതേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് കല്യാണിയെ വിളിച്ചു. ഹലോ കല്യാണി, എന്താ കിരണേട്ടാ, നിങ്ങളെത്തിയോ? ഇല്ല കിരണേട്ടാ, സൈറ്റിലേക്ക് എത്താറായി. എന്താ കിരണേട്ടാ? ഇല്ല മോളെ, ഇപ്പോൾ പുതിയതായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, നീ സൂക്ഷിക്കണം കേട്ടോ. ആ ഓരോ സ്ഥലത്ത് ചവിട്ടുമ്പോഴും സൂക്ഷിച്ചും കണ്ടൊക്കെ കയറണം. ഒരാപത്ത് വരില്ല ചേട്ടാ. കിരണേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. അല്ല, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ കാല് തട്ടി വീഴാൻ പോയതല്ലേ, ആ ഒരു ടെൻഷൻ ഇപ്പോഴും മനസ്സിലുണ്ട് മോളെ. അതൊന്നും ഓർത്ത് എൻ്റെ കിരണേട്ട പേടിക്കണ്ട, ഒരാപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്.
ഈ സമയം നമ്മുടെ കിരൺ ഫോൺ കട്ട് ചെയ്തിട്ട് ഭയങ്കര ടെൻഷൻ. ഈശ്വര, ആപത്തൊന്നും സംഭവിക്കരുത്, എൻ്റെ കല്യാണിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലിനോട് മനോഹർ ചോദിക്കുക. അപ്പോഴേക്കും മനോഹർ, അതേടാ, നിന്റെ ഉദ്ദേശം തന്നെയാണ് ശരി. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മോളെ എൻ്റെ അനന്തരവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ്. പക്ഷേ നീ ഒരുത്തൻ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് എൻ്റെ അനന്തരവനേക്കാൾ മിടുക്കനാണ് നീ എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് എൻ്റെ പെങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും അവളുടെ മകളുടെ പേരിൽ എഴുതി വെച്ച് ആ മകനെ കൊണ്ട് എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചിരിക്കുവടാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. അമ്മായിയച്ചോ, സാധാരണ എൻ്റെ നിലപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ഒരു കുഞ്ഞിനെ കൊടുക്കുക. അവൾ ഗർഭിണി ആയതിനു ശേഷം ആ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്നാലുടനെ രക്ഷപ്പെടുകയാണ് എൻ്റെ ജോലി. പിന്നെ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ പൊങ്ങാറില്ല. എന്നെ കല്യാണം കഴിച്ച പല പെണ്ണുങ്ങളും രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുമില്ല. അതുമാത്രമല്ല, അവരൊക്കെ ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നുമുണ്ട്. അതുപോലെ സരയുനും ഒരു നല്ല നിലയുണ്ടാവും തന്നെയാണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ ഊഹവും. പക്ഷേ അങ്ങനെ നിങ്ങൾ കിരണിനെ കൊണ്ട് കെട്ടിച്ച് ആൻറ്റിയുടെ സ്വത്തുക്കളിൽ പകുതി എനിക്ക് തരാതെ ഇരുന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് എങ്കിൽ അതിന് കളി മാറും. പിന്നെ കല്യാണി എന്ന് പറയുന്നൊരു ഭാര്യ കിരണിനുണ്ടല്ലോ, കല്യാണി എന്ത് ചെയ്യും എന്ന് മനോഹർ ചോദിക്കുക. അവളെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയടാ. അവളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ടതും അമ്മായിയച്ഛൻ കളിക്കുന്നതേ സേനൻ്റെ മരുമകളോടാണെന്ന് വിചാരിക്കണം. ആ കല്യാണിയെ കൊല്ലാൻ ആളെ വിട്ട നിങ്ങൾ എന്നെ കൊല്ലാനും ആളെ വിടാൻ മടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ചോദിക്കുക, എന്താ മരുമകൻ്റെ പിന്നാലെയും ആളെ വിട്ടിട്ടുണ്ടോ? അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ നോക്കുക. എന്നാൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ, മരണക്കിടക്കയിൽ കിടന്നിട്ടായാലും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ മകളും ഭാര്യയും അറിയിച്ചിട്ട് ഞാൻ ഈ മണ്ണിൽ നിന്ന് പോകൂ എന്നും പറഞ്ഞ് മനോഹർ അങ്ങ് പോകുക. മനോഹർ പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുകയാണ്. ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ, ഈ തെണ്ടി കാരണം മനുഷ്യന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരണിനാണെങ്കിൽ ഒരു സമാധാനമില്ല. ഈശ്വര, അച്ഛനെ വിളിച്ചിട്ട് എപ്പോഴും എൻഗേജഡ് ആണല്ലോ, എന്താ ഇപ്പം ചെയ്യുക എന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സൈബർ സെല്ലിൽ നമ്പർ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നമ്പർ എടുത്ത് സൈബർ സെല്ലിൽ വിളിക്കുകയാണ്. ഹലോ എടാ, ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ നമ്പർ, ആ നമ്പറിലേക്ക് ഏതൊക്കെ കോള് വരുന്നുണ്ട്, ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്നൊന്ന് എനിക്ക് നീ പറഞ്ഞു തരണേ. ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ കാർന്നോരെ, അച്ഛന് മാത്രമേ സൈബർ സെല്ലിൽ ആളുള്ളൂ എന്നാണോ അച്ഛൻ്റെ വിചാരം? എന്നാലേ എനിക്കുമുണ്ട്, ഞാനും വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയണമല്ലോ കാരണം ഏത് നേരം എൻഗേജഡ് ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഇരിക്കുക. സമയം രൂപയും CS കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണോ കാര്യങ്ങളൊക്കെ, എന്ത് ചെയ്യാനാ, ചന്ദ്രേട്ടൻ എന്നെ വിളിക്കുമ്പോഴാണ് ഒരാശ്വാസം. എടോ, നമ്മുടെ മോൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല, ഏത് നേരവും വിളിച്ചുകൊണ്ടിരിക്കുക. അവന് നല്ല സംശയമുണ്ടേ, അതുകൊണ്ട് അവനിങ്ങനെ വിളിക്കുന്നത്. സാരമില്ല, അവൻ വിളിക്കുന്നത് അവൻ്റെ സംശയം തീർക്കാനല്ലേ. എന്നാൽ ചന്ദ്രേട്ടൻ ഫോൺ എടുക്കും. അതെങ്ങനെ എടുക്കാനാണോ? തന്നോട് സംസാരിക്കുമ്പോൾ എനിക്കങ്ങനെ അവനോട് സംസാരിക്കാൻ പറ്റുമോ? സാരില്ല, അവനിൽ സംശയം മുറുകണ്ട. എന്തായാലും ചന്ദ്രേട്ട ഫോൺ എടുക്കുക. എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ വയ്ക്കുക. ഈ സമയം CS കിരണിനെ വിളിച്ചു. ഹലോ, എന്താടാ ഇത്? നീ എനിക്കൊരു സൗകര്യം തരില്ലേ? അല്ല, കാർന്നോര് എവിടെയാണെന്ന് അറിയാഞ്ഞിട്ട് ഒരു വിഷമം, അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. എടാ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്നിട്ട് എന്താ, കാർന്നോരുടെ ഫോൺ ഏത് നേരവും എൻഗേജ്ഡ് ആണല്ലോ. എടാ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിൽ നിന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടെന്ന്. ആ ഫ്രണ്ട്സുകൾക്ക് വേണ്ടി ഞാനേ കുറച്ച് സമയം അങ്ങ് മാറ്റി വയ്ക്കുവാടാ. എടാ, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു അവർ. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. തളർന്നു നിന്ന് എന്നെ തളർച്ചയൊക്കെ മാറ്റി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായത് അവരാ, ഉയരങ്ങളിലേക്ക് എത്തിച്ചതും അവരാ. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണ്ടടാ. അത് ആൺ സുഹൃത്താണോ പെൺ സുഹൃത്താണോ? എടാ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഈ വയസ്സാം കാലത്ത് എന്തിനാടാ എന്നെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? എടാ മോനെ, അച്ഛൻ അങ്ങനെ നിൻ്റെ അമ്മയെ മറന്ന് മറ്റുള്ളവരുടെ പിന്നാലെ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അച്ഛന് വലുത് നിങ്ങളുടെ അമ്മ തന്നെയാടാ എന്നൊക്കെ പറയാം. എന്നാൽ കുഴപ്പമില്ല. അതല്ല, എൻ്റെ അമ്മയെ മറന്ന് മറ്റേതെങ്കിലും ബന്ധം സ്ഥാപിക്കാനാണ് തീരുമാനമെങ്കിൽ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല. ഒന്ന് പോടാ. വയസ്സാം കാലത്ത് അവൻ എന്നെ ഇട്ട് കാമുകനാക്കാൻ നോക്കുക. ദേ കിരണെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ നിൻ്റെ കാര്യം നോക്കണം, മനസ്സിലായോ? ശരി
എന്നും പറഞ്ഞ് കിരൺ ഫോൺ കട്ട് ചെയ്യുക. അവൻ്റെ ഒരു കാര്യം മനുഷ്യനിട്ട് പൊല്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആണല്ലോ എൻ്റെ ഭഗവാനെ. എൻ്റെ പെണ്ണുപിള്ളെ ഒന്ന് വിളിക്കാൻ പോലും അവ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് CS ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കിരൺ, എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയും കൂട്ടി തന്നെ കറങ്ങുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. എന്തായാലും അച്ഛ പഠിച്ച പണി 18 നോക്കിയാലും അച്ഛനെ ഞാൻ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ കല്യാണി രഞ്ജനും കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ രഞ്ജനാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോവുക. ഇതെന്താ രഞ്ജ ഈ റൂട്ട്, സൈറ്റിലേക്കുള്ള റൂട്ട് ഇതല്ലല്ലോ രഞ്ജ? അറിയാം മേഡം, സൈറ്റിലേക്കുള്ള റൂട്ട് ഇതല്ല, വേറെയാ. പക്ഷേ ഈ വഴി പോയാൽ പെട്ടെന്ന് എത്താം മേഡം. ആണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സൈറ്റിലെത്തി. പോകുന്ന വഴിയെല്ലാം രഞ്ജൻ കല്യാണി തന്നെ തുറച്ചു നോക്കുക. ഇനി മുതൽ നിനക്ക് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരില്ലടി ഓഫീസിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം അവിടെ എത്തിയതും കാറിൽ നിന്ന് ഇറങ്ങിയതും ഈ സൈറ്റിലേക്ക് രഞ്ജൻ ആദ്യമായിട്ട് വരുമല്ലേ? അതെ മേഡം, ഇനിയിപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. രഞ്ജൻ വേണം എപ്പോഴും ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഞാൻ വന്നോളാം മേഡം. പിന്നെ മേഡത്തിന് ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. എപ്പോഴും ഞാൻ വന്ന് സൈറ്റിൽ വർക്ക് ചെയ്തോളാം. മാഡം അവിടെ കമ്പനിയിലിരുന്നാൽ മതി. എന്താ പോരെ? മതി. പിന്നെ മാഡം അത്യാവശ്യം വിശ്വാസമുള്ള 2-3 സ്റ്റാഫുകളൊക്കെ വെക്കണം. ഇങ്ങനെ ഏത് നേരവും മാഡം കഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ അറിയാം. സ്റ്റാഫുകളെ വെക്കണ്ടെന്നുള്ള വെക്കണമെന്നുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നല്ല സ്റ്റാഫുകളെ കിട്ടണമല്ലോ, വിശ്വാസമുള്ളവരെ, രഞ്ജനെ പോലെ. അതുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ 2-3 സ്റ്റാഫുകളുണ്ട് മാഡം. ഞാൻ അവരെ കൊണ്ടുവരട്ടെ? രഞ്ജൻ വേണേ കൊണ്ടുവന്നോ, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാ വാ, നമുക്ക് സൈറ്റൊക്കെ ഒന്ന് കറങ്ങിയിടന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് 2 പേരും മുകളിലേക്ക് പോവുക. കല്യാണി മുമ്പിലും രഞ്ജൻ ബാക്കിൽ നിന്ന് രഞ്ജൻ, കേറ്. നീ ഓരോ പടി മുകളിലേക്ക് വെക്കുമ്പോഴും നിന്റെ അന്ത്യം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നീ ഇന്ന് മരിക്കും. ഇന്ന് നിന്റെ മരണ വാർത്ത TV-യിലും പത്രത്തിലും ഒക്കെ പറകും. മുകളിൽ നിന്നും താഴേക്ക് നിന്നെ ഞാൻ തള്ളിയിടും. നീ മരണപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജൻ ആലോചിച്ചുകൊണ്ട് തന്നെ കല്യാണിയുടെ പിന്നാലെ പോവുക. കല്യാണിയാണെങ്കിൽ ഒന്നും അറിയാതെ സന്തോഷമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. തന്ന് വർക്ക് നടത്തുന്ന സൈറ്റാണല്ലോ. ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. തല്ലുകൊണ്ട് വിക്രം കിടന്ന അതേ അവസ്ഥയിൽ പ്രകാശനം കിടക്കുക. എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അമ്മേ, അയ്യോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. മുഖത്തും കണ്ണിലും മൂക്കിലും വായിലും ഒക്കെ ചോര ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ മൂങ്ങ പതുക്കെ സെല്ലിൽ വന്ന് നിൽക്കുക. മോനെ പ്രകാശ എന്നും പറഞ്ഞ് മൂങ്ങയുടെ വിളി. അത് കേട്ടത് പ്രകാശൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ചാടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാടിയല്ല കേട്ടോ, സോറി, തെറ്റിപ്പോയി. പതുക്കെ എഴുന്നേറ്റിട്ട് എൻ്റെ പൊന്നു മോനെ, അമ്മയുടെ മുൻപിലിട്ട് അവൻ നിന്നെ തല്ലിയല്ലോടാ. CA തല്ലി ചതച്ചല്ലോടാ. അമ്മയ്ക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ മോനെ. എന്ത് ചെയ്യാനമ്മേ? ഇത് ശരണ്യ കേസ് കൊടുത്തതിനുള്ള പ്രതികാരം വീട്ടിയതല്ല. മുമ്പേ അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, അത് തീർത്തതാ. എന്തായാലും ശരണ്യ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലല്ലോടാ മോനെ. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ നമ്മുടെ മോൻ ഒരു കല്യാണം കഴിച്ചത് നമുക്കിതായല്ലോടാ. ഇതിപ്പോൾ രാത്രി പ്രേതം കാരണം ഉറങ്ങാൻ വയ്യ. രാവിലെ മരുമകളുടെ ശല്യം. എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മോൻ വന്ന് എന്തെങ്കിലും ചെയ്യുമായിരിക്കും അല്ലേ? വരട്ടെ, അവനിങ്ങ് വരട്ടെ. അവനിങ്ങ് വന്നിട്ട് വേണം അവനെയും എടുത്തിട്ട് 4 ചാമ്പാൻ. എന്തായാലും 2 എണ്ണത്തിന് ഇന്ന് വിടുന്ന പ്രശ്നമില്ല. സാറേ, എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനൊരു കല്യാണം കഴിച്ചു, അതാണോ ഇത്ര വലിയ തെറ്റ്? അവനെ കല്യാണരാമനല്ലേ, അതുകൊണ്ട് അവൻ ഇതല്ല ഇതിനപ്പുറവും കിട്ടണം. എന്തായാലും അവനിട്ടുള്ളതൊക്കെ ഞാൻ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. സാറേ, അവനൊരു ഉപദ്രവിക്കരുത്. അവനൊരു പിന്നെ പാവം രാജകുമാരനാണ്, പാവമാണ് എന്നൊന്നും ഇനി എന്നോട് പറയണ്ട. അവനെ ഇനി രാജകുമാരൻ എന്നങ്ങനെ നീ പറഞ്ഞ ഇനി നിന്റെ നാവായിരിക്കും ഞാൻ പിഴുതെടുക്കാൻ പോകുന്നത്. ഇനി പിന്നെ നിന്റെ കൂമ്പ് ഞാൻ ഇടിച്ചു കലക്കും. ചിലപ്പോൾ നിന്നെ കൊന്നൊന്നും വരും. അങ്ങനെ കൊന്നു കഴിയുമ്പോൾ എൻ്റെ ജോലി പോയാലും എനിക്ക് പ്രശ്നമില്ല. നിന്നെ പോലെ ഉള്ളൊരുത്തനൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലടാ, മനസ്സിലായോ? അതെ, ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ച് വളർത്തി വഷളാക്കിയതിന് നിങ്ങൾക്കുള്ള ശിക്ഷയായത് നിങ്ങളുടെ മുൻപിലിട്ട് തന്നെ നിങ്ങളുടെ മോനെ ചതയ്ക്കുന്നത്, മനസ്സിലായോ? സാറേ, എൻ്റെ മോനൊരു പാവ, അതുപോലെ കൊച്ചുമോനും. വേണ്ട, നിങ്ങളുടെ മോനെക്കുറിച്ചും കൊച്ചുമോനെക്കുറിച്ചും എന്നോട് പറയണ്ട. എനിക്കറിയാം എല്ലാം നന്നായിട്ട്. ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ച് ഒരു പരാതിയും കൂടെ തരട്ടെ വിക്രത്തിനെതിരെ. പിന്നെ നിങ്ങളുടെ മകനെയും കൊച്ചുമോനെയും എടുത്തിട്ട് പഞ്ഞിക്കിടിഞ്ഞ്
മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ അങ്ങ് പോയി. സി ഐ പോയി കഴിഞ്ഞതും പ്രകാശൻ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുക. എടാ മക്കളെ, വിക്രത്തിൻ്റെ ജാതകം എഴുതിയ ആ ജ്യോത്സ്യനൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ കരണത്തിട്ട് 2 പൊട്ടിക്കായിരുന്നു. അന്ന് അവൻ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചത്? രാജകുമാരനാകും, ചക്രവർത്തിയാകും, അതാകും, ഇതാകും, മറ്റതാകും, മറിച്ചതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്നിട്ടും സംഭവിച്ചതെന്താ? അവൻ ജയിൽ പുള്ളിയായി, കള്ളനായി, പെരുങ്കള്ളനായി എന്നൊക്കെ പറഞ്ഞ് മൂങ്ങക്കറിയുക. അവനെന്നുണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ കൊന്നാനെ. പക്ഷെ അവൻ മരിച്ചു പോയല്ലോടെ മക്കളെ. പല ജ്യോത്സ്യന്മാർക്കും തെറ്റുപറ്റാം, എല്ലാം ശരിയായതൊന്നും വരില്ല. പക്ഷെ അയാൾ പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളം. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നത്? എനിക്കറിയില്ലമ്മേ, എനിക്കറിയില്ല. അവനെക്കുറിച്ചുള്ള കുറ്റങ്ങളൊന്നും അമ്മ എന്നോട് പറയണ്ട. അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ലമ്മേ. എൻ്റെ മനസ്സ് തകർന്നു പോവുക. അത്രയ്ക്ക് ഞാൻ അവനെ സ്നേഹിച്ചു. പക്ഷേ അവൻ നമുക്ക് തിരിച്ചു തന്നത് മുഴുവനും വേദനകളും കുത്തുവാക്കുകളും മാത്രം. അങ്ങനെയുള്ളപ്പോൾ അവനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ അവനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ എനിക്ക് പറ്റുന്നില്ലമ്മേ. അത് കേൾക്കാനും എനിക്ക് വയ്യ. അവനെ തള്ളിപ്പറയാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ആ 2 കമ്പികളിലും പിടിച്ച് പ്രകാശൻ തല കുമ്പിട്ട് കിടന്ന് കരയുക. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, വരാൻ പോകുന്ന തകർപ്പൻ വിശേഷങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.